സഞ്ചാര രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അടുത്ത 5 വർഷം അതൊക്കെ വികസിപ്പിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും. साथियों, विकसित होते भारत की पहचान आधुनिक इंफ्रास्ट्रक्चर से भी होगी। आज देश में नए एक्सप्रेस वे बन रहे हैं, नए एयरपोर्ट बन रहे हैं। अब बीजेपी ने कल अपने मैनिफेस्टो में घोषणा की है कि जैसे पश्चिम भारत में अहमदाबाद मुंबई के बीच बुलेट ट्रेन का काम चल रहा है, आने वाले कुछ समय में ये काम पूरा होकर के बुलेट ट्रेन दौड़ना शुरू करेगी। देश की पहली बुलेट ट्रेन दौड़ेगी। इसका अनुभव देखते हुए कल हमने संकल्प पत्र में कहा है कि जैसे पश्चिम भारत में बुलेट ट्रेन का काम आगे चल रहा है, आगे चल करके नॉर्थ, साउथ, ईस्ट 3 क्षेत्रों में बुलेट ट्रेन के लिए सर्वे काम शुरू कर दिया जाएगा और साउथ को भी बुलेट ट्रेन मिले। साउथ में चलने वाली बुलेट ट्रेन यहां के विकास को गति देगी और रोजगार के हजारों नए अवसर बनाएगी। एनडीए सरकार के तीसरे कार्यकाल में इसके लिए बहुत जल्द सर्वे का काम शुरू किया जाएगा। സുഹൃത്തുക്കളെ, വികസിതമായിരിക്കുന്ന ഭാരതത്തിന്റെ മുഖമുദ്ര ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും. ഇന്ന് രാജ്യത്ത് പുതിയ എക്സ്പ്രസ് വേകൾ ഉണ്ടാക്കുന്നു. ഇന്ന് രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പോൾ ബിജെപി അതിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിച്ചു കഴിഞ്ഞു. അത് അഹമ്മദാബാദിൽ നിന്നും മുംബൈ വരെയുള്ള ബുള്ളറ്റ് ട്രെയിൻ പാത ഇതാ അവസാന ഘട്ടത്തിലാണ്, ഓടാൻ പോവുകയാണ്. ആ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിച്ചു. ഇനി നമ്മുടെ രാജ്യത്ത് ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും കിഴക്കൻ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിനുകൾ വേണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ ഈ ദക്ഷിണ ഭാരതത്തിലും കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ പ്രദേശത്ത് വന്നാൽ ആ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വികസനത്തിന്റെ വേഗത കൂട്ടും, അനേകായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരു കാര്യം ഉറപ്പു നൽകാം, വരാൻ പോകുന്ന എൻഡിഎയുടെ 3ാമത്തെ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ സർവേ ജോലി ആരംഭിക്കുന്നതായിരിക്കും. साथियों, ये चुनाव देश के भविष्य के लिए फैसले लेने का चुनाव है। ये चुनाव आपके उज्जवल भविष्य की गारंटी के लिए चुनाव है। ये चुनाव आपके बच्चों के उज्जवल जीवन के लिए गारंटी देने का चुनाव है। केरल के लोगों ने लास्ट 10 इयर्स में देखा है कि कैसे एनडीए सरकार ने दुनिया भर में भारत की साख बढ़ाई है। कांग्रेस सरकार ने भारत की छवि कमजोर देश की बना दी थी। बीजेपी सरकार ने भारत को एक मजबूत देश बनाया है। आज जब कोई भारतीय विदेश जाता है, गल्फ जाता है, तो उसे सम्मान से देखा जाता है।
आज का भारत युद्ध में फंसे अपने नागरिकों को रेस्क्यू करने की ताकत रखता है। आज का भारत कोरोना जैसी महामारी में दूसरे देशों की ओर नहीं देखता। हम स्वदेशी वैक्सीन बनाते हैं, अपने देश के साथ साथ विश्व के दूसरे देशों की सहायता भी करते हैं। मैं बताना चाहता हूं, लास्ट 10 इयर्स में जो हुआ है, आपको लगता है बहुत कुछ हुआ है, पूरे देश में बदल रहा है, लेकिन मोदी क्या कहता है? मोदी तो कहता है 10 साल में इतना सारा भले हुआ, लेकिन जो हुआ है ना, वो तो ट्रेलर है, ट्रेलर। अभी तो बहुत कुछ करना है। अभी तो हमें हमारे देश को, हमारे केरला को बहुत आगे लेकर जाना है। സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം നാം എടുക്കണം. കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്ത് ഭാരതത്തിന്റെ യശസ് എത്ര ഉയർന്നു എന്നുള്ളത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലോകം നമ്മളെ നോക്കിയത് ഒരു ദുർബല രാജ്യമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ ലോകം നോക്കിക്കാണുന്നത് കരുത്തുറ്റ ഒരു രാജ്യമായിട്ടാണ്. ഇന്ന് ആരെങ്കിലും വിദേശത്ത് പോയാൽ, ഗൾഫിൽ പോയാൽ അവർക്ക് അറിയാം അവരെ രാജ്യത്തിന് കിട്ടുന്ന ബഹുമാനം അവർക്കും കിട്ടുന്നു. അവരെ എത്ര ബഹുമാനത്തോടാണ് നോക്കിക്കാണുന്നത് എന്ന്. ഇന്ന് ഭാരതം യുദ്ധരംഗത്ത് പെട്ടുപോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ, രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശക്തിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഭാരതം കൊറോണ പോലുള്ള മഹാമാരികളുടെ കാലത്ത് സഹായത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. ഇന്ന് നാം തദ്ദേശീയമായി വാക്സിൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 10 വർഷം കണ്ടത് നിങ്ങൾ വിചാരിക്കും വലിയ കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം തീർന്നു എന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം സിനിമയുടെ ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് കാണാനിരിക്കുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് രാജ്യത്തെ വളരെ ദൂരം കൊണ്ടുപോകാനുണ്ട്. साथियों, एनडीए सरकार नारायण गुरु के उन विचारों पर काम करती है। हमारी प्राथमिकता है